ഹലോ. ഉച്ചയായപ്പോഴത്തേക്കും മീൻ വണ്ടി വന്നു. ചാളയും പിന്നെ വേറൊരു മീനുമാണ് ഉണ്ടായിരുന്നത്. ആ മീനിൻ്റെ പേരാ ചേട്ടൻ പറഞ്ഞു, പക്ഷെ ഞാൻ മറന്നുപോയി. നമ്മൾ ആ ഒരു മീനാണ് മേടിച്ചത്. അപ്പോൾ 1/2 കിലോ കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ മീനുമായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ചെപ്പിൻ്റെ ഉൾവിളി ഉണ്ടായിരുന്നുകൊണ്ട് നന്നാക്കണ വീഡിയോ ഒന്നും കൊടുത്തില്ല. പിന്നെ നേരെ എല്ലാം വൃത്തിയാക്കിയിട്ട് മസാലയൊക്കെ തിരുമ്മി വെച്ചു. ഇനി നമുക്ക് നേരെ ചട്ടിയിലേക്ക് ഇട്ട് വറുത്ത് വരാം. മീൻ വറുക്കലും ഇറച്ചി ഉണ്ടാക്കലും മാത്രമാണ് ചാനലിലുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് തന്നെ പിന്നെയും ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ. ഇനി നമുക്ക് മീനൊക്കെ നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി നമ്മൾ കരിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ മൊരിഞ്ഞ് വന്നപ്പോൾ നമ്മൾ ഒരു ട്രിപ്പൊക്കെ കോരി മാറ്റി. പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അടുത്ത ട്രിപ്പും കൂടി ഇടാൻ പോവാണ്. എണ്ണ ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, സാരില്ല. അങ്ങനെ അടുത്ത ട്രിപ്പൊക്കെ ഇട്ടെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ എല്ലാ മീനും വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചോറുണ്ണാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോകും. ചോറെടുത്തു, മീനൊക്കെ എടുത്തു വെച്ചു. പിന്നെ നമ്മൾ മുന്തിരി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിനകത്തൊന്ന് മുളക് കൊടുത്തു. പിന്നെ ഒരു 3-4 മുന്തിരി എടുത്തു. ഇനി പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കുറച്ച് ചിക്കൻ്റെ കറിയും ചിക്കൻ വറുത്തുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കുറച്ചെടുത്തു. ഇനി എന്ത് നോക്കാൻ, ഇനിയൊന്നും നോക്കാനില്ല. ഇനി നമുക്ക് നേരെ ചോറണം. മുന്തിരി ഉപ്പിലിട്ട് വെച്ചാൽ കാരണം എല്ലാവർക്കും ഞാൻ ഓരോന്ന് കൊടുക്കും. ആരും കഴിക്കില്ല, ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ. പക്ഷേ എനിക്കിത് ഇഷ്ടമാണ്. ഇപ്പം നല്ല കളറൊക്കെ മാറി, പൊളിയൊന്നുമില്ല, നല്ല ഉപ്പ് രസം മാത്രമേ ഉള്ളൂ. ശരിക്കും നമ്മൾ ഉപ്പിലിട്ട് മാങ്ങ സംഭവമൊക്കെ കഴിക്കും പോലെ തന്നെ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചുമ്മെടുത്ത് തിന്നാറുണ്ട് കേട്ടോ. വേറെ ആർക്കും ഇഷ്ടമല്ല. അത് എന്താണോ എന്തോ കാരണം എന്ന് എനിക്കറിയില്ല. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കുറച്ച് മുളകും കൂടി ഇട്ട് ഞെരടി അങ്ങോട്ട് കഴിച്ചു. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.